നെയ്യാറ്റിൻകര DCC ഭാരവാഹി നിനോ അലക്സേട്ട നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഇലക്ഷനെ, അതായത് ജനവിധിയെ വിലയിരുത്തുന്നത്? തികച്ചും സന്തോഷമായിട്ടൊരു ദിവസമാണ്. നമുക്ക് ഈ വിജയത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാൾസിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടർച്ചയായ 4ാമത്തെ പ്രാവശ്യമാണ് ശശി തരൂർ ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്നത്. അത് വലിയൊരു റെക്കോർഡാണ്. അതിനുപരി സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം തന്നെയാണ് അദ്ദേഹത്തെ 4 തവണയും കരകയറ്റിയത്. അദ്ദേഹം ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴും രാജഗോപാലിനോട് 2014 മത്സരിച്ചപ്പോഴും ആ ഒരു നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം, പാറശാല നിയോജക മണ്ഡലം, കോവളം നിയോജക മണ്ഡലം എണ്ണി തുടങ്ങിയപ്പോഴാണ് തികച്ചും ഒരു വ്യത്യസ്തമായ രീതിയിലോട്ട് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ശശി തരൂർ 4ാം തവണ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിക്ക് കൈത്താങ്ങാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ജനവിധി തേടി ജയിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ മൊത്തം ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 18 സീറ്റുകൾ UDF നേടി മുന്നിട്ട് നിൽക്കുകയാണ്. തികച്ചും പിണറായി വിജയൻ്റെ 8 വർഷത്തിൻ്റെ അടിമത്തത്വവും അരാജകത്വവും ആൻറ്റി ഇൻകംബറൻസി ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് UDF ഇന്ന് ഇത്രയും മികച്ച വിജയം നേടിയിരിക്കുന്നത്. തുടർന്ന് ഇന്ത്യ മുന്നണിയുടെ എല്ലാവിധ കൂട്ടായ്മകളിലും ചേർന്ന് രാഹുൽ ഗാന്ധിയും എല്ലാ മുന്നണികളും ഒരുമിച്ചിരുന്ന്, പ്രത്യേകിച്ച് അഖിലേഷ് യാദവും, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലത്തിലാണ് ഇന്ത്യ മുന്നണി നല്ലൊരു മികച്ച രീതിയിൽ വിജയം വന്നിരിക്കുന്നത്. തുടർന്നും കേരളത്തിലെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 26 നിയമസഭാ തിരഞ്ഞെടുപ്പിലും UDF കേരളത്തിൻ്റെ സകല നേതാക്കന്മാരുടെയും പ്രവർത്തനത്തിൻ്റെ കൂട്ടായ ബലത്തിൽ തിരിച്ച് അധികാരത്തിലെത്തുമെന്നുള്ള വിജയപ്രതീക്ഷയിലാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും. ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. രാജീവ് ചന്ദ്രശേഖരൻ ഇത്രയും വോട്ട് പിടിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? രാജീവ് ചന്ദ്രശേഖരന് ഇതാണെങ്കിൽ അവരുടെ ഒരു കോർപ്പറേറ്റീവ് സംവിധാനവും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളും അവരുടെ ഈവൻ മാനേജ്മെൻറ്റ് സംവിധാനം ഇതിനകത്ത് വന്നുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ഒരു മുൻ നീക്കമാണ് ഇതിനുള്ള ഒരു കാരണം. സാധാരണക്കാരെ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി നോക്കി, പക്ഷേ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് തരൂരിൻ്റെ വിജയത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ നെയ്യാറ്റിൻകരയിലെ ഈ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? നെയ്യാറ്റിൻകരയിലെ വോട്ടർമാർക്ക് വീണ്ടും 1000 നന്ദിയാണ്. കാരണം തികച്ചും ശശി തരൂരിനെ പോലൊരു വ്യക്തിയെ വീണ്ടും പാർലമെന്റിലേക്ക് അയച്ചതിലും 1000 നന്ദിയും സന്തോഷവും ഈ നെയ്യാറ്റിൻകരയിലെ വോട്ടർമാരുള്ള എല്ലാ വോട്ടർമാർക്കും ആശംസകൾ അർപ്പിക്കുന്നു. You are watching TV Next. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.